സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മുടെ ഭഗവത്ഗീത പഠനത്തിൽ രണ്ടാം അധ്യായമായിട്ടുള്ള സാഖ്യയോഗത്തിലെ 12ാമത്തെ ശ്ലോകമാണ് നമുക്കിന്നിവിടെ മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ ഒരു ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഇത്രയും ദിവസങ്ങൾക്ക് ഇതിനു മുമ്പ് നമ്മൾ 1ാം അധ്യായവും 2ാം അധ്യായത്തിലെ 11 ശ്ലോകങ്ങളും നമ്മൾ കേട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ 11ാമത്തെ ശ്ലോകം മുതൽ, കഴിഞ്ഞ ശ്ലോകം മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ വളരെ കടുകട്ടിയായിട്ടുള്ള ഭാഗമാണ്. കാരണം വെച്ചാൽ ഫുൾ വേദാന്തങ്ങളാണ്. അല്പം ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടാൽ മാത്രമേ ഈ ഭഗവത്ഗീതയുടെ ആ തത്വങ്ങൾ നമുക്ക് പകർത്തിയെടുക്കാൻ കഴിയൂ. അപ്പോൾ ഇതൊരു വ്രതമായിട്ട് നമ്മൾ എടുക്കണം. മറ്റ് ഭാഗങ്ങളിലൊക്കെ നമുക്ക് സാധാരണ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നാൽ ഭഗവാന്റെ ഉത്തരങ്ങൾ ചെറിയൊരു കഷ്ണമേ ഉള്ളൂ എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ അതിവിശാലമായ ഒരു സാഗരം പോലെ കിടക്കുകയാണ്. ഒരു ശ്ലോകം മാത്രമാണെങ്കിൽ പോലും ആ ശ്ലോകത്തിൻ്റെ പിന്നിലുള്ള ആന്തരികമായിട്ടുള്ള ആ തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടുകട്ടിയാണ്. മുഴുവൻ തന്നെ വേദാന്ത സാരമാണ്. കാരണം വേദങ്ങളിലുള്ള ആ പൊരുളാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് എത്ര കണ്ട് ഭംഗിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഞാൻ ഈ കാര്യത്തിൽ വളരെ താഴേക്കടയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വളരെ താഴേക്കടയിലുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാനിത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുമെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കഴിവിനനുസരിച്ച് ഞാനത് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ സഹകരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധാപൂർവം കേൾക്കുക. ചിലപ്പം 2 ആവർത്തി കേൾക്കേണ്ടതായിട്ട് വരും. നമ്മൾക്കിത് അത്രയും ജീവിതത്തിൽ ഏറ്റവും ഗുണകരമായ ഭാഗമാണ് ഇനി നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഭാഗം എന്താണെന്ന് നമുക്ക് നമ്മുടെ രാധിക മോള് ചൊല്ലുന്നുണ്ട്. അത് ഏതായാലും കേൾക്കാം നമുക്ക്. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 12. നത്വേവാഹം ജാതു നാസം നത്വം നേമേ ജനാധിപ നചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃ പരം. നത്വേവാഹം ജാതു നാസം നത്വം നേമേ ജനാധിപ നചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃ പരം. നത്വേവാഹം ജാതു നാസം നത്വം നേമേ ജനാധിപ നചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃ പരം. എല്ലാവരും ആ ഭാഗം കേട്ടല്ലോ. ഈ ശ്രേഷ്ഠമായ വാക്കുകളുടെ അല്ലെങ്കിൽ ഈ ശ്ലോകത്തിൻ്റെ അന്വയ അർത്ഥം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. അതും കൂടി കേൾക്കുമ്പോഴാണ് അതിനൊരു പൂർണ്ണത വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അഹം. ഈ അഹം എന്ന് പറയുന്ന വാക്കിന് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്കറിയാം അഹംഭാവം, അഹങ്കാരം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അഹം എന്ന് പറഞ്ഞ് ഞാൻ എന്നാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്. പിന്നെ തു എന്ന് വെച്ചാൽ ആകട്ടെ. ജാതു എന്ന് വെച്ചാൽ ഒരിക്കലും. ന ആസം ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഇല്ലാതിരുന്നിട്ടില്ല. ന ഏവ എന്നില്ല തന്നെ. ത്വം നീ
ന ആസി ഇതി ന ഇല്ലായിരുന്നു എന്ന് ഇല്ല. ഇമേ ജനാധിപ ഈ രാജാക്കന്മാർ ന ആസൻ ന ഇല്ലായിരുന്നു എന്ന് ഇല്ല. സർവേ വയം നമ്മളെല്ലാം അത പരം ഇതിനു ശേഷവും ന ഭവിഷ്യാമ ഇല്ലാതാവും. ഇതി ന ഏവ ച എന്നില്ല തന്നെ. ഇനി ഈ ഒരു ശ്ലോകത്തിൻ്റെ ഒറ്റ നോട്ടത്തിലുള്ള അർത്ഥവും കൂടി നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് ഞാൻ ഒരിക്കലും ഇല്ലായിരുന്നു എന്നില്ല, നീ ഒരിക്കലും ഇല്ലായിരുന്നു എന്നില്ല, മറ്റു രാജാക്കന്മാർ ഒരിക്കലും ഇല്ലായിരുന്നു എന്നില്ല, നമ്മളെല്ലാം ഇതിനു ശേഷവും ഇല്ലാതാവുന്നുമില്ല. ഒന്നും മനസ്സിലായില്ലല്ലോ. ചില ആൾക്കാർക്ക് മനസ്സിലായി കാണും, എന്നാലും ഒരുവിധം ആൾക്കാർക്ക് ഇത് മനസ്സിലാകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞത് വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം ഇത് വളരെയേറെ തത്വങ്ങൾ നിറഞ്ഞൊരു ഭാഗമാണ് എന്നുള്ളത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ജനിക്കുന്നുണ്ട്. നമ്മൾ ജനിച്ചിട്ട് ഒരാൾ പറയും എനിക്ക് 60 വയസ്സായി, 55 വയസ്സായി, 18 വയസ്സായി. അപ്പോൾ അതിന് പിന്നിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ ജനിച്ചിട്ട് 18 വർഷമായി, അല്ലെങ്കിൽ ഇവിടെ ഭൂമിയിൽ ഉണ്ടായിട്ട് 18 വർഷമായി, അല്ലെങ്കിൽ ഇവിടെ 60 വർഷമായി നമ്മളിവിടെ ഉണ്ടായിട്ട് എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ ജനിച്ചിട്ട് ഇത്ര വർഷമായി, അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ടായിട്ട് ഇത്ര കൊല്ലമായി എന്ന്. എന്നാൽ ഈ നിങ്ങൾ ഓരോ ആൾക്കാരും നിങ്ങളുടെ വയസ്സ് കണക്ക് കൂട്ടിയിട്ട് 60 വയസ്സാണ്, 40 വയസ്സാണ്, 50 വയസ്സാണ്, 30 വയസ്സാണ് എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടല്ലോ. ഈ 30 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? 30 വർഷം മുമ്പ് ഞാനില്ല, ഞാൻ 30 വർഷത്തിന് ശേഷമാണ് ജനിച്ചത്. അല്ലെങ്കിൽ 60 വയസ്സായി എനിക്ക്, ആ 60 വയസ്സിന് മുമ്പ് ഞാൻ ഉണ്ടായിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഭഗവാൻ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിനു മുമ്പും നിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 30 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുണ്ട്. നിങ്ങൾ ഇവിടെ അമ്മയുടെ വയറ്റിൽ ഒരു കുട്ടിയായി ജനിക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അതിനു മുമ്പും നിങ്ങളുണ്ട്. വളരെ വിഷമമായി അല്ലേ? അതെങ്ങനെ ഉണ്ടാവുക? കാരണം ഞാനുള്ളത് ഇപ്പോഴല്ലേ, ഇതിനു മുമ്പില്ലല്ലോ. അപ്പോൾ ഈ ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ 30 വർഷമായി ജനിച്ചിട്ടെന്ന് പറയുന്നു. ഭഗവാൻ പറയുന്നു അല്ല, നീ ഈ 30 വർഷം മുമ്പും ഉണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മളെന്താ പറയുക? എൻ്റെ കൈ നമ്മൾ കാണിച്ചു കൊടുത്തു, എൻ്റെ കൈ, എൻ്റെ തല കാണിച്ചു കൊടുത്തു, എൻ്റെ ഷാള്, എൻ്റെ ശരീരം, ഇതൊക്കെ പറയുന്നു. അപ്പോൾ ഈ എൻ്റെ എന്ന് പറയുന്നത് എന്താണ്? ഞാനാണ് ഈ വീടിൻ്റെ അധികാരി, ഞാനാണ് ഈ ഫോണിൻ്റെ അധികാരി, എൻ്റേതാണ് ആ ഭവനം, അല്ലെങ്കിൽ ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഞാൻ ആരാണ്? ഇപ്പോൾ എൻ്റെ കൈയാണല്ലോ ഇത്. അപ്പോൾ എൻ്റെ എന്ന് പറയുന്ന ആ വ്യക്തി ആരാണ്, എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എൻ്റെ തല, അപ്പോൾ നിങ്ങൾ പറയും ഇതെല്ലാം കൂടിയതാണ്. അതിനാണല്ലോ എൻ്റെ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ശരീരം എന്ന് പറയുന്നു, എൻ്റെ കാല്, എൻ്റെ കൈ, എൻ്റെ തല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന എന്തോ ഒരു വസ്തുവുണ്ട്. എന്നാൽ ആ വസ്തുവിനെയാണ് നമ്മൾ പറയുന്നത് ആത്മാവ് എന്ന്. മനസ്സിലായിക്കാണല്ലോ. അപ്പോൾ ഈ ശരീരം ഇതൊക്കെ തന്നെ നിലനിൽക്കുന്നത് ഇവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അതിൻ്റെ അധികാരിയായിട്ടുള്ളത് ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ ആത്മാവ് ഈ 30 വർഷങ്ങൾക്ക് ശേഷം 30 വയസ്സുള്ള ആൾ, 60 വയസ്സുള്ള ആൾ എന്നൊക്കെ പറഞ്ഞില്ലേ, അവരുടെ ആ ഒരു ഗർഭപാത്രത്തിൽ വരുന്നുണ്ടല്ലോ, ആ സമയത്ത് ആ ശരീരത്തിലൂടെ വന്നു. ആ ശരീരത്തിലൂടെയാണ് കാണുന്നത്. അപ്പോൾ അതിന് മുന്നേ അവരെന്തായിരിക്കും? ചിലപ്പോൾ പട്ടിയായിരിക്കാം, പൂച്ചയായിരിക്കാം, ആനയായിരിക്കാം, പുഴുവായിരിക്കാം. അങ്ങനെ പല 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 ജന്മമെടുക്കുന്ന അവസരത്തിൽ ആ ശരീരത്തിലെല്ലാം തന്നെ ഈ ആത്മാവുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു മനുഷ്യനായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ മനുഷ്യനായിട്ടുള്ള നമ്മൾ നാളെ ഞാൻ നാളെ മരിച്ചു പോയിന്നിരിക്കട്ടെ, അപ്പോൾ എൻ്റെ ശരീരം മാത്രമാണ് പോകുന്നതെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കി.
അപ്പം ഞാൻ മാത്രം എൻ്റെ ശരീരം മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ അവിടെ എൻ്റെ ആത്മാവ് മരിക്കാതെ മാറി നിൽക്കുന്നു. ആ ആത്മാവ് എന്താവും? വേറൊരു ശരീരം സ്വീകരിച്ചു. എന്താണ് പറയുന്നത്? ഈച്ച ചത്തു പൂച്ചയായിടുന്നു എന്ന് ജ്ഞാനപ്പാനെ പറയും പോലെ ഈ ശരീരം വെടിഞ്ഞിട്ട് വേറെ ശരീരത്തിലേക്ക് പോകുമ്പോൾ ആത്മാവ് മാത്രമാണ് പോകുന്നത്, ശരീരം പോകുന്നില്ല, ശരീരം നശിക്കുന്നു. അപ്പോൾ അതുപോലെ ഞാൻ വിനോദ് എന്ന് പറയുന്ന ഞാൻ ജനിക്കുന്നതിന് മുൻപ് ഞാൻ വേറൊരു ശരീരത്തിൽ ആത്മാവിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആത്മാവായി രംഗത്തുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ 30 വർഷമായി ജനിച്ചിട്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല. കാരണം ആത്മാവിന് ജനനമില്ല. കാരണം ശരീരത്തിലാണ് ജനനം വന്നിട്ടുള്ളത്, ശരീരമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ശരീരം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആത്മാവ് വേറൊരു ശരീരത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനെന്ന് പറയുന്നത് എന്താണ്? എൻ്റെ എന്ന് പറയുന്നത് എന്താണ്? ഈ ആത്മാവിനെയാണ് അങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറൊരു ശരീരത്തിലുണ്ടായിട്ടുണ്ട്. ആ ശരീരത്തിൽ വരുന്നതിന് മുമ്പ് വേറൊരു ശരീരത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പോഴാണ് ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഞാൻ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇന്നേ നമ്മളുള്ളൂ, ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് മുമ്പ് വേറെ ശരീരത്തിലൂടെ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. ഉറപ്പ് മനസ്സിലാക്കണം, തെറ്റിപ്പോകരുത്. വളരെ ഗഹനമായൊരു വിഷയമാണ്. അപ്പോൾ ഇന്നീ കാണുന്ന വിനോദിൻ്റെ ശരീരത്തിലുള്ള ആത്മാവ് ഇതിനു മുമ്പ് വേറെ ശരീരത്തിലായിരുന്നു. അതുപോലെ നിങ്ങൾ ഓരോ ആൾക്കാർ, കുഞ്ഞിരാമനാവട്ടെ, നാരായണനാവട്ടെ, കല്യാണിയാവട്ടെ, മൈഥിലിയാവട്ടെ, ശിബിലിയാവട്ടെ, ലജിയാവട്ടെ, ആരും ആവട്ടെ, ഇതിനു മുമ്പ് നമ്മളെ ഈ ശരീരത്തിലേക്ക്, ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് വേറൊരു ശരീരത്തിലായിരുന്നു എൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു വീട്ടിൽ താമസിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ ഈ വീടെടുത്തിട്ട് 30 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേ ആ വീടെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റൊരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടാകും. വാടക വീട്ടിലാവാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലാവാം, അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിലാവാം, അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിലാവാം, അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ച് വന്നത് വേറെ വീട്ടിലേക്കാർക്ക്, അതിന് മുമ്പ് വേറെ വീട്ടിലാണ്. അപ്പം നമ്മൾ വേറെ വീട്ടിൽ താമസിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ വീട്ടിലാണ് താമസിക്കുന്നത്, ഇതിന് മുമ്പ് ഞാൻ വേറെ വീട്ടിൽ താമസിച്ചിട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നത് വേറെ വീട്ടിലാണ്, അല്ലെങ്കിൽ ഇന്ന് വെച്ച വീട് വേറെയാണ്, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ ആ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ശരീരത്തിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ആത്മാവ് വേറൊരു ശരീരത്തിലുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ആ ശരീരത്തിലേക്ക് വരുന്നതിന് മുമ്പോ വേറൊരു ശരീരത്തിൽ, ആ ശരീരത്തിൽ വരുന്നതിന് മുമ്പ് വേറെ ശരീരത്തിൽ, അങ്ങനെ ശരീരങ്ങൾ ഇങ്ങനെ മാറി 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 ഉപയോഗിക്കുകയാണ് നമ്മുടെ ആത്മാവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു സൈക്കിളിൻ്റെ ചക്രം നമ്മൾ മനസ്സിൽ ഇങ്ങനെ കാണുക, നിരവധി കമ്പികൾ ഉണ്ടാവും ഇല്ലേ? അപ്പോൾ ഈ നിരവധി കമ്പികളുള്ള ഈ ഇതിൽ നിന്ന് നമ്മൾ ഒരു കമ്പിക്ക് നല്ല ഒരു അടയാളം വെച്ചു, ഒരു നൂലെടുത്തിട്ട് ഇത് കെട്ടിയിരിക്കട്ടെ. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ കമ്പികൾ ഇങ്ങനെ നീക്കി 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 പോകുമ്പോൾ അവസാനം ആദ്യം നമ്മൾ ചരട് കെട്ടി ആ കമ്പി തന്നെ എത്തും. അതുപോലെ ഇന്ന് ഈ ശരീരത്തിൽ വിനോദിൻ്റെ ആത്മാവ് ഈ ശരീരത്തിലാണ് ഉള്ളത്. നാളെ ഈ ശരീരം വെടിഞ്ഞ് വേറൊരു ശരീരത്തിൽ കയറും, വേറൊരു ശരീരത്തിൽ കയറി 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 ലാസ്റ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു മനുഷ്യ ശരീരത്തിൽ തന്നെ ഈ ആത്മാവ് കയറും. കാരണം 84 ലക്ഷം ശരീരങ്ങളിലൂടെ ഇങ്ങനെ കയറി 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 പോകും എന്നാണ് പറയുന്നത് ഭഗവാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 30 വർഷമായി നമ്മളിവിടെ ജനിച്ചിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. ഇവിടെ നമ്മൾ ജനിച്ചിട്ടേ ഇല്ല. കാരണം എന്താ? മരിച്ചിട്ടുണ്ടെങ്കിലല്ലേ ജനിക്കുക. കാരണം ഈ ശരീരത്തിലൊക്കെ അല്ലല്ലോ, ഇതിനു മുമ്പും പല ശരീരത്തിലൂടെ നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് തെറ്റ്. അപ്പോഴോ ഇനി നാളെ ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ ഒരിക്കലും ഇല്ലായിരുന്നു എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, അങ്ങനെയല്ല. ഇനി നാളെ ഒരിക്കലുണ്ടാകുമെന്ന് പറയുന്നതോ? നാളെ ഒരിക്കലും ഉണ്ടാകില്ല എന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം എന്താ? ഇത് ഈ ആത്മാവിന് മരണമില്ല. അപ്പോഴെന്താവും? പുതിയ ശരീരങ്ങൾ തേടി 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 ഓരോ ശരീരത്തിലും മാറി മാറി നമ്മുടെ ആത്മാവ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ വിനോദിൻ്റെ ശരീരത്തിലുണ്ട്, നാളെ ചിലപ്പോൾ ഈ പൂച്ചയുടേതാവാം, എലിയുടേതാവാം, അല്ല വേറെ ഏതെങ്കിലും ശരീരത്തിലൂടെ ഇങ്ങനെ മാറി 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 മാറിയിട്ട് ആ ആത്മാവ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ നിന്നും നമ്മൾക്ക് ഉദാഹരണത്തിന് ഡൽഹിയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു വാഹനത്തിൽ കയറി വീട്ടിൻ്റെ അടുത്ത് ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരാളുടെ സ്കൂട്ടറിൻ്റെ പുറകിലാണ് കയറിയത്. അവിടെ നമ്മൾ ബസ് സ്റ്റാൻഡ് അവരെ ഇറക്കി, ആ സ്കൂട്ടർ നമ്മൾ ഉപേക്ഷിച്ചു.
പിന്നെ നമ്മളൊരു ബസ്സിൽ കയറി. ആ ബസ്സിൽ കയറിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. ആ ബസ് സ്റ്റാൻഡിൽ അവിടെ നമ്മൾ ഇറങ്ങി. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ആ ബസ് നമ്മൾ ഉപേക്ഷിച്ചു. എന്നുവെച്ചാൽ ഇത് ഉപേക്ഷിച്ച് നമ്മുടെ ശരീരം എന്തായി, വേറൊരു തൽക്കാലം ബസ് സ്റ്റാൻഡിലേക്ക് എത്തേണ്ട ഒരു ഓട്ടോറിക്ഷയിൽ കയറുന്നു. ആ ഓട്ടോറിക്ഷയിൽ കയറി യാത്ര പോകുന്നു. ഓട്ടോറിക്ഷ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിർത്തി, അതിൻ്റെ പൈസ കൊടുത്തു, അതവിടെ ഒഴിവാക്കി. പിന്നെ ട്രെയിനിൽ കയറുന്നു. അങ്ങനെ നമ്മൾ ഓരോ യാത്ര ചെയ്യുകയാണ് ഇപ്പോഴും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ വിനോദിൻ്റെ ശരീരത്തിലൂടെ എൻ്റെ ആത്മാവ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നാളെ ഒരു എലിയുടെയോ ഒരു പൂച്ചയുടെയോ അല്ലെങ്കിൽ ഒരു ആനയുടെയോ ഒരു ഒട്ടകത്തിൻ്റെയോ ഒരു കുതിരയുടെയോ ഒരു പട്ടിയുടെയോ ഒക്കെ ശരീരത്തിൽ അല്ലെങ്കിൽ അതിലൂടെ ഈ ആത്മാവ് കയറി ഇങ്ങനെ യാത്ര ചെയ്യും എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാലോ ഇവിടെ ചിന്തിക്കേണ്ടത് ഇവിടെ എൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ ധാരണ ഞാൻ എന്നെപ്പറ്റിയാണല്ലോ പറഞ്ഞത്. ഇവിടെ ഭഗവാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. ആര്? ഭഗവാന്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ നീയും ഒരിക്കലും ഇല്ലായിരുന്നു എന്നില്ല. കാരണം നിങ്ങളും ഇതുപോലെ 30 വയസ്സോ 20 വയസ്സോ അല്ല നിങ്ങളുടെ ആയുസ്. ഇതിന് മുമ്പേ നിങ്ങളുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുണ്ട്. നിങ്ങൾക്ക് മരണമില്ല. കാരണം എന്താ? നിങ്ങൾ ശരീരം മാറി മാറി, നേരത്തെ പറഞ്ഞ പോലെ വാഹനം മാറി 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 കയറി പോകും പോലെ നിങ്ങൾ ശരീരം മാറി മാറി ഉപയോഗിക്കുന്നത് മാത്രം. ആ മാറി മാറി ഉപയോഗിച്ച് നിങ്ങളങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 30 വർഷം, നിങ്ങൾക്കിപ്പോൾ 30 വയസ്സായി എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ 100 കൊല്ലം മുമ്പേ നിങ്ങൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ 500 കൊല്ലം മുമ്പേ ഉണ്ട്, 1000, ഈ പ്രപഞ്ചമുള്ള കാലം മുതലേ നിങ്ങൾ ഇവിടെയുണ്ട്. ഈ ആത്മചൈതന്യം ഇവിടെയുണ്ട്. അപ്പോൾ നാളെ നിങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയാൻ പറ്റുമോ? നാളെയും ഈ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആത്മാവ് ഇവിടെ ഉണ്ടാവും, ശരീരം മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഈ ആത്മാവിന് ഒരിക്കലും മരണമില്ല എന്ന് നമ്മൾ ചിന്തിക്കുക, നാശമില്ല എന്ന് ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആത്മാവിന് ജനനവും മരണവും ഇല്ല എന്നിവിടെ പറയുന്നത്. നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഈ ആത്മാവെന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു ചൈതന്യമാണ്. ആ ചൈതന്യത്തിന് ജീവാത്മാവെന്നും പരമാത്മാവെന്നും 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. സംഭവം ഒറ്റന്നേ ഉള്ളൂ, അത് പരമാത്മാവാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു കടൽ നമ്മൾ കാണുക. ആ കടൽ ഒന്നേ ഉള്ളൂ. പക്ഷേ ഈ കടലിൽ നിന്ന് നമ്മളൊരു ബക്കറ്റിൽ വെള്ളം എടുത്തു എന്നിരിക്കട്ടെ. ബക്കറ്റിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ കടലിനെ കടലെന്ന് വിളിക്കുമ്പോൾ ഈ ബക്കറ്റിലുള്ള വെള്ളത്തിനെ കടലെന്ന് വിളിക്കുമോ? വിളിക്കില്ല. പക്ഷെ എന്താ പറയുക നമ്മൾ? കടൽ വെള്ളം അല്ലെങ്കിൽ വെള്ളം എന്ന് മാത്രം പറയും. അറിയാത്ത ആൾക്കാർ ആ ബക്കറ്റിലുള്ളതിനെ ബക്കറ്റ് വെള്ളം എന്ന് വിളിക്കും. അതുപോലെ ആ കടലിലുള്ള വെള്ളത്തിനെ കടൽ വെള്ളം എന്ന് വിളിക്കുന്നു, ബക്കറ്റിലെടുത്തതിനെ ബക്കറ്റ് വെള്ളം എന്ന് വിളിക്കുന്നത് പോലെ ഈ പരത്തിൽ മുഴുവൻ അല്ലെങ്കിൽ പ്രകൃതിയിൽ മുഴുവൻ അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആത്മാവിനെ നമ്മൾ വിളിക്കും പരമാത്മാവ് എന്ന്. പരത്തിലുള്ള ആത്മാവിനെ പരം ആത്മാവ്. ആ ആത്മാവിനെ ഈ ശരീരത്തിൽ, വിനോദാകുന്ന ശരീരത്തിൽ നമ്മളിങ്ങനെ എടുത്തു, ബക്കറ്റിലെടുത്ത പോലെ ഇങ്ങനെ എടുത്ത സമയത്ത് ആ പരമാത്മാവിനെ വിളിക്കുന്ന പേരാണ് ജീവാത്മാവ്. ഈ വിനോദ് എന്ന ശരീരത്തിലെടുത്തു. അതുപോലെ തന്നെ കമലാക്ഷി എന്ന് പറയുന്നൊരു ശരീരത്തിലേക്ക് എടുത്തു. അതുപോലെ തന്നെ പങ്കജാക്ഷി എന്ന് പറയുന്നൊരു ശരീരത്തിലെടുത്തു. അതുപോലെ തന്നെ മാധവി എന്ന് പറയുന്നൊരു ശരീരത്തിലെടുത്തു. ഇതെല്ലാം എടുക്കുന്ന അവസരത്തിൽ അതിനൊരു പേര്, അതൊക്കെ ജീവാത്മാവാണ്. ബക്കറ്റ് വെള്ളം പോലെ ഇതിന് ഓരോന്നിലേക്ക് എടുത്തു എന്നർത്ഥം. അപ്പോൾ ആത്മാവ്, ആ പരമാത്മാവ് തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ജീവാത്മാവ്. 2 3 തന്നെയാണ്. പക്ഷെ കോരിയെടുത്ത പാത്രം മാത്രം വ്യത്യാസം. ഈ ശരീരത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ബക്കറ്റും വെള്ളമാണ് ഇപ്പം നമ്മളെല്ലാവരുടെയും ഉള്ളിലുള്ളത് എന്നർത്ഥം. എന്ന് വെച്ചാൽ ആ ജീവാത്മാവാണ്. അപ്പോൾ ഈ പരമാത്മാവും ഈ ജീവാത്മാവും ഒന്ന് തന്നെയാണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ ബക്കറ്റ് നമ്മൾ എടുത്തു, മൊത്തം കടലല്ലേ, അപ്പോൾ ഈ ബക്കറ്റിൽ വെള്ളം എടുത്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ പിടി പൊട്ടിപ്പോയി എന്നിരിക്കട്ടെ. അപ്പോഴെന്താ സംഭവിക്കുക? ബക്കറ്റിൻ്റെ പിടി പൊട്ടിയാൽ ആ ബക്കറ്റിലെ വെള്ളം മുഴുവൻ ഈ കടലിലേക്ക് തന്നെ മറിയും. അതുപോലെ നമ്മളുടെ ശരീരത്തിലേക്ക് എടുത്തിട്ടുള്ള ജീവാത്മാവ് ഈ ശരീരം നശിക്കുന്ന അവസരത്തിൽ ഈ നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവ് ഈ പരമാത്മാവിലേക്ക് മറിയുന്നു. കടലിൽ നിന്ന് ബക്കറ്റ് വെള്ളത്തിൽ നമ്മൾ എടുത്തല്ലോ, ആ ബക്കറ്റ് പൊട്ടുമ്പോൾ ബക്കറ്റിലെ വെള്ളം മുഴുവൻ തന്നെ ഇതിലേക്ക് പോയി കടലിലേക്ക് തന്നെ വീണു. അതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് എടുത്ത ആത്മാവിനെ പൂർണ്ണമായിട്ടും എന്താകുന്നു? ആ പരമാത്മാവിലേക്ക് തന്നെ പോകുന്നു. പിന്നെ എന്ത് ചെയ്യും? അവിടെ തന്നെ വേറൊരു പാത്രത്തിൽ നമ്മൾ ഇത് കോരിയെടുക്കുന്നു.
വേറെ ശരീരത്തിൽ കോരിയെടുക്കുന്നു. വിനോദിൻ്റെ ശരീരം ഉപേക്ഷിച്ച് വേറെ ശരീരം സ്വീകരിക്കുന്നു എന്നല്ല പറഞ്ഞത്. അങ്ങനെ നിരവധി ശരീരത്തിലൂടെ അല്ലെങ്കിൽ നിരവധി പാത്രങ്ങളിലൂടെ ഈ ആത്മാവിനെ കോരിയെടുത്തിട്ടുള്ളതാണ് ഇവിടെ ജീവാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്ന നമ്മളെപ്പോലെയുള്ള മുഴുവൻ ആൾക്കാരും. എല്ലാവരിലും ഉള്ളത് ആ കടൽ വെള്ളമാകുന്ന പരമാത്മാവാണ്, എല്ലാവരിലും ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എവിടെ? ഈ പരത്തിലാണുള്ളത്. അതിന് നമ്മൾ ബക്കറ്റിലേക്ക് എടുത്തു. അപ്പം ആ പാത്രങ്ങൾ മാറി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, നാളെയും ഉണ്ടാകും. ഇത് ഞാൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ അർജുനനോടാണ് പറയുന്നത്, അർജുന, ഞാൻ ഇവിടെ മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് ഇതിൻ്റെ ധാരണ. കാരണം ഞാൻ ഈ സമയത്ത് 73 വയസ്സായി എന്നല്ലേ പറയുന്നത്. 73-77 വയസ്സാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാന് അർജുനന് ഗീത ഉപദേശിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ 77 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഇല്ല എന്നാണ് നീ ധരിച്ചതെങ്കിൽ അത് തെറ്റ്. കാരണം ഞാനിവിടെയുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം എൻ്റെ ആത്മാവ് ഇവിടെയുണ്ട്. അതിന് മരണമില്ല. കൃഷ്ണൻ്റെ ശരീരം മാത്രം, മനുഷ്യ ശരീരം മാത്രമേ ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ ആത്മാവ് ഇവിടെയുണ്ട്. നാളെ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നാളെയും ഈ ശരീരം പിടിയും, പക്ഷെ ആത്മാവ് ഇവിടെ തന്നെയുണ്ട്, ഈ പരത്തിൽ തന്നെയുണ്ട്. അതുപോലെ അർജുന, നീയും ഇവിടെ കാണുന്ന രാജാക്കന്മാരുണ്ടല്ലോ, നിരവധി രാജാക്കന്മാർ ഇവിടെയുണ്ട്, നിരവധി ആൾക്കാരുണ്ട് ഇവിടെ. ഇവരൊക്കെ നിൻ്റെ ധാരണ അവരിപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായി എന്നാണോ നീ ധരിക്കുന്നത്? അല്ല, അവരും ഇതിന് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നാളെയും ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ മുമ്പ് ഉണ്ടായ ആൾക്കാർ ഇന്ന് ജനിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആ ശരീരം എന്തായാലും ഉപേക്ഷിച്ചാലും ആ ആത്മാവ് ഇവിടെ മരിക്കാതെ ഇവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ആത്മാവ് ഇന്നലെ ജനിച്ചതല്ല, അത് പണ്ടേ ഉള്ളതാണ്, നാളെയും ഉണ്ടാകും. അപ്പോൾ ഈ ആത്മാവിനെ നമുക്ക് കൊല്ലാൻ കഴിയുമോ? ആത്മാവിന് മരണമില്ലല്ലോ. ആത്മാവിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആത്മാവിനെ മുറിക്കാൻ കഴിയില്ല, കൊല്ലാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആത്മാവ് എന്നും ഇവിടെയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നുവെച്ചാൽ നമ്മൾ ഇന്നുണ്ട്, നാളെയുണ്ട്, എപ്പോഴുണ്ട്. നമ്മൾ മാത്രമല്ല, ഇവിടെ എല്ലാ സർവ്വചരാചരങ്ങളും എന്നും നിലനിൽക്കുന്നുണ്ട്. സർവ്വചരാചരങ്ങളിലുള്ള ആത്മാവിനെയാണ് പറയുന്നത്. മറ്റേ ചരാചരങ്ങളെല്ലാം തന്നെ നശിക്കും. ആ ആത്മാവ് ഒഴികെ ബാക്കി എല്ലാം നശിക്കും. നാശമില്ലാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, അത് ആത്മാവാണ്, അത് ഈശ്വരനാണ്, ആ ചൈതന്യമാണ്. ബാക്കി എല്ലാം തന്നെ നശിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മളെന്ത് വേണമെന്നറിയോ? ആരെങ്കിലായിട്ട് സംസാരിക്കുന്നു, ആരെങ്കിലായിട്ട് നമ്മൾ ദേഷ്യപ്പെടുന്നു, ആരെങ്കിലും നമ്മൾ മോശമായി സംസാരിക്കുന്നു. നമ്മൾ ആരെയാണ് സംസാരിക്കുന്നത്? എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലുമുള്ള അതേ ചൈതന്യത്തിനെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്. നമ്മളിവിടെ ബക്കറ്റ് എടുത്തപ്പോൾ ബക്കറ്റ് വെള്ളം എന്ന് പറഞ്ഞു, അതൊരു മഞ്ഞ പാത്രത്തിലാണ് എടുത്തെന്നിരിക്കട്ടെ. നമ്മൾ ആ പുറത്ത് നോക്കുമ്പോൾ ഒരു മഞ്ഞ കുപ്പിയിലാണ് എടുത്തത്. പുറത്ത് നോക്കുമ്പോൾ അതിൻ്റെ നിറം മഞ്ഞ കളറായിരിക്കും. നമ്മളതിനെ മഞ്ഞ വെള്ളം എന്ന് പറയും. പച്ചക്കുപ്പിയാണെങ്കിൽ പച്ച വെള്ളം എന്ന് പറയും. നീലക്കുപ്പിയാണെങ്കിൽ നീല വെള്ളം എന്ന് നമ്മൾ പറയും, അല്ലേ? പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യം ഒന്നാണല്ലോ. ആ കടലിലുള്ള വെള്ളം തന്നെയാണ് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ പാത്രത്തിലുള്ളത് അത് തന്നെയാണ്. അപ്പോൾ അതിനെയൊക്കെ തന്നെ നമ്മൾ വെള്ളം എന്നല്ല, അതിൻ്റെ ഉള്ളിൽ തത്വം എന്താണ്? വെള്ളമാണ്. പക്ഷേ പാത്രത്തിന് മാത്രമേ മാറ്റമുള്ളൂ. ഒരു ഉദാഹരണം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്ത്രീയുടെ കഴുത്തിലൊരു മാലയുണ്ട്, സ്വർണ്ണമാലയാണ്. ഒരാളുടെ കയ്യിലൊരു വളയുണ്ട്, അല്ലെങ്കിൽ ഈ സ്വർണ്ണമാല അവർ കഴുത്തിൽ അണിഞ്ഞു. അപ്പോൾ നമ്മൾ പറയും അത് സ്വർണ്ണമാല എന്നാണ്. ആ സ്വർണ്ണമാല നമ്മൾ വിൽക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവരടിച്ച് നോക്കുമ്പോൾ മാലയുടെ വിലയല്ല തരിക, അവർ സ്വർണത്തിൻ്റെ വിലയാണ് തരിക. അപ്പോൾ പേപ്പർ റേറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കണക്ക് കൂട്ടിയിട്ട് അവർ സ്വർണത്തിൻ്റെ വില എത്രയാണോ അത് അങ്ങോട്ട് നമുക്ക് തരും. ഉറപ്പാണല്ലോ. ഈ സ്വർണത്തിൻ്റെ മാല നമ്മളൊന്ന് ഉരുക്കി എന്നിരിക്കട്ടെ, എന്നിട്ടത് നമ്മൾ വളയാക്കി. അപ്പോൾ ആ സ്വർണത്തിന് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? സ്വർണത്തിന് ഒരു മൂല്യവും മാറ്റം വന്നിട്ടില്ല. അവിടെ അത് വളയായി മാറി എന്നർത്ഥം. അതുപോലെ മുമ്പ് നമ്മൾ ഒരു മനുഷ്യനായിട്ടുണ്ടാവാം, അതേ ആത്മാവാണ് ഇവിടെ മൃഗമായിട്ട് അല്ലെങ്കിൽ ഒരു ആനയായിട്ട് ജനിച്ചെന്നിരിക്കട്ടെ. പക്ഷെ ആത്മാവിനൊരു മാറ്റവും വന്നിട്ടില്ല, ശരീരത്തിന് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. അതുപോലെ സ്വർണത്തിനൊരു മാറ്റവും വന്നിട്ടില്ല, സ്വർണത്തിൻ്റെ മൂല്യത്തിനൊരു മാറ്റവും വന്നിട്ടില്ല, ആകൃതിക്ക് മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത്. മാലയായിരുന്ന സാധനം ഇവിടെ വളയായി. നാളെ എന്തായി? ഈ വള നമ്മൾ ഉരുക്കിയിട്ട് ഒരു മോതിരാക്കി എന്നിരിക്കട്ടെ, ഒരു കമ്മലാക്കി എന്നിരിക്കട്ടെ, ഒരു ബ്രേസ്ലെറ്റ് ആക്കി എന്നിരിക്കട്ടെ, ഇങ്ങനെ ഓരോന്നാക്കി കഴിഞ്ഞാലും അത് സ്വർണം തന്നെയാണ്. സ്വർണത്തിനൊരു മാറ്റമില്ല. ആ സ്വർണത്തിൻ്റെ ഇതിൽ
പല രൂപത്തിലും പല ഭാവത്തിലും ഉള്ള പല ആകൃതിയിലുമുള്ള ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മൾ വിചാരിക്കുന്നു ഇത് സ്വർണ്ണ വള, ഇതാണ് സത്യമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ ശരീരത്തിൽ കാണുന്ന വിനോദമാണ് സത്യമെന്ന് നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. നിങ്ങളുടെ ശരീരം കാണുമ്പോൾ ഇതാണ് ശാശ്വതമായിട്ടുള്ളത് എന്നല്ല വിചാരിക്കുന്നത്. ഇതിന് എപ്പോഴും നാശം ഉണ്ടാകും. ആഭരണ രൂപത്തിൽ വരുന്ന ആഭരണത്തിന് എപ്പോഴും നാശം ഉണ്ടാകും, പക്ഷേ അതിൻ്റെ സ്വർണ്ണത്തിന് നാശം ഉണ്ടാകുന്നില്ല. കാരണം എന്താ? ആ സ്വർണ്ണം ഉരുക്കി പുതിയ ആഭരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ ഈ ശരീരം നശിച്ച് ഓരോ ശരീരം നശിക്കുമ്പോഴും അതിൽ ആത്മാവ് അതേപടി നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ആത്മാവിന് നാശമില്ല. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചു എന്നിരിക്കട്ടെ, നമ്മൾ എന്തിനാണ് നിലവിളിച്ച് കരയുന്നത്? ആ ശരീരം വിട്ടിട്ട് വേറെ പോകും. നമ്മളൊരു മാലയുണ്ട്, ആ മാല ഉരുക്കിയിട്ട് വളയാക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകും, ചിലപ്പോൾ ഒരു വിഷമമുണ്ടാകും. എന്നാലും നല്ലൊരു മാലയായിരുന്നു, പക്ഷെ വേറെ വഴിയില്ലല്ലോ, നമുക്ക് വളയാക്കേണ്ടി വന്നു എന്നൊരു ചിന്ത. അതുപോലെ ചിന്തയെ വീണ്ടും ഇവിടെ ഈ ശരീരത്തിൽ നിന്നും ഈ ആത്മാവ് വേറിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോവുകയാണ്. ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ഒരു വാഹനത്തിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു വാഹനത്തിൽ കയറി പോകുന്നു. അതുപോലെ വേറെ ശരീരത്തിൽ കയറി ആത്മാവ് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ആത്മാവിന് ഒരിക്കലും നാശമുണ്ടായിട്ടില്ല. ആ ആത്മാവിനെ ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം നമുക്ക് ആലോചിച്ച് നോക്കും, ഇവിടെ അർജുനൻ പറഞ്ഞെന്താ? എൻ്റെ അമ്മാവൻ, എൻ്റെ പിതാമഹൻ, എൻ്റെ സുഹൃത്ത്, എൻ്റെ കുടുംബക്കാർ എന്നൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അവരൊരിക്കലും ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരനായിരുന്നു. ഈ ശരീരം മാത്രമാണ് ബന്ധം. ഈ ശരീരം വള ഒരുക്കി കഴിഞ്ഞാൽ തീർന്നു, ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്നു. അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ടത് ആത്മാവിന് നാശമില്ല, ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന് നമ്മൾ പറഞ്ഞു വരുമിനി. അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ആത്മാവ് പണ്ടേ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ആജീവാനന്ദ കാലം, ഈ പ്രപഞ്ചമുള്ള കാലത്തോളം ഈ ആത്മാവ് ഇവിടെ നിലനിൽക്കും. അത് പല രൂപത്തിലായിരിക്കുമെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എന്ത് വേണമെന്ന് വെച്ചാൽ ഭഗവത്ഗീതയുടെ തത്വങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ മറ്റ് കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർ ചെയ്ത് അവരെയും ബോധവൽക്കരിക്കുക. ഈ തത്വം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ദുഃഖിക്കുന്നത്. അപ്പോൾ ആ ദുഃഖത്തിൽ നിന്നും അവരെയും മോചിപ്പിക്കാൻ ഈ ഭഗവത്ഗീതയുടെ പ്രഥമമായ തത്വങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഏതായാലും അടുത്ത ഭാഗം അടുത്ത ദിവസം കൊണ്ടുവരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.